എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ കറിയാണ്. ആദ്യമൊരു പാത്രം വെച്ചു, അതിന് കുറച്ച് ഓയിൽ ഒഴിച്ചു. നമ്മൾ കുക്ക് ചെയ്യണ ഓയിൽ, അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ ചിക്കൻ മസാല. സ്പെഷ്യൽ കറിയാണ്, ടേസ്റ്റിയാണ് കറിയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 സ്പൂണോട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായ ഒരു സ്പെഷ്യൽ കറിയാണ്. പിന്നെ തൈര് വേണം, ഒരു അരക്കപ്പോളം തൈര്, പുളിക്കാത്ത തൈരാണ്. തൈര് ഒഴിച്ച് കൊടുത്തു. മല്ലിയിലയും കറുവപ്പനയിലും ഇടണം. അത് മല്ലിയില ഇല്ല, ഇട്ടില്ല. പാകത്തിനുള്ള ഉപ്പ് ഞാൻ പറഞ്ഞു. ഇത് നല്ല മിക്സാക്കുക. നമ്മുടെ കൂട്ടാണിത്, നമ്മുടെ കറി, സ്പെഷ്യൽ കറിയുടെ കൂട്ടാണ്. നല്ല മിക്സാക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കടലയും, നിലക്കടല, ഒരു അണ്ടിപ്പരിപ്പും നിലക്കടലയും കൂടി നല്ല നൈസായി അരച്ച് ക്രീമി ആക്കി കൊണ്ട് അതിലിട്ട് കൊടുക്കുക. കടലയും നിലക്കടല അടിപൊളി ടേസ്റ്റായ സ്പെഷ്യൽ കറിയാണ്. നല്ല മിക്സായി കൊടുക്കാം. നല്ല അടിച്ച് കലക്കി മിക്സാക്കി നല്ല ക്രീമി ആക്കി വയ്ക്കണം. അതിനുശേഷം നമ്മുടെ താരം സോയാബീൻ, ചെറിയ കുഞ്ഞു സോയാബീനില്ല, അതാണ്. അതിൽ നല്ല മിക്സായി കൊടുക്കുക. അത് നല്ല 1 മണിക്കൂർ തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് 1 മണിക്കൂർ വെച്ച് അതിന് ശേഷം നല്ല കഴുകി പിഴിഞ്ഞെടുത്ത് അതിന് നല്ല മിക്സാക്കി വയ്ക്കുക നമ്മുടെ സോയേനെ. അടുത്ത സ്റ്റെപ്പ്. പിന്നെ നമ്മൾ അടുപ്പ് കത്തിക്കണു, ചട്ടി വയ്ക്കണു, കുറച്ച് എണ്ണ ഒഴിക്കണം. ഓയിൽ തന്നെയാണ്. ഓയിൽ ഒഴിക്കണു. നമ്മൾ കടുക്, പിന്നെ കുറച്ച് ഉണക്കമുളക്, കടുക് ഒക്കെ പൊട്ടിക്കണം. ഒരു വറവിടൽ. സിമ്പിളാണ്, ടേസ്റ്റ് ഒരു പ്രത്യേക കറിയാണ്. ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, പൂരി, പുട്ട്, എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റും. അത് മുളകിട്ട് കൊടുക്കാം. കടുകിട്ടു, മുളകിട്ടു. പിന്നെ ഒരു കുടം വെളുത്തുള്ളിയാണ് ചതച്ചിട്ട് കൊടുക്കാം. വെളുത്തുള്ളി നിർബന്ധമാണ്, വെളുത്തുള്ളി വേണമെന്നുള്ളത്. അത് നല്ല കളറ് മാറണ വரைക്കും വറക്കണം. നല്ല കളറൊക്കെ മാറി ബ്രൗൺ കളറായി വരണം ഈ വെളുത്തുള്ളി. അടിപൊളി സ്പെഷ്യൽ കറി തന്നെ പറയാം. നമ്മുടെ മസാല കെട്ടി വെച്ചില്ലേ, ആ സോയ ഇത് കൊട്ടി കൊടുക്കാം. നല്ല കൊട്ടി നല്ല ഇളക്കി നല്ല മിക്സായി കൊടുക്കാം. അത് നല്ല വെന്തെന്നു നമ്മൾ ആദ്യമേ തിളച്ച വെള്ളം ഇട്ട് വെച്ചില്ലേ, കുറച്ച് നേരം 1 മണിക്കൂറോളം, അരമണിക്കൂറോ തിളച്ച വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല വെന്ത് വരും. അപ്പോൾ നല്ല കഴുകി പിഴിഞ്ഞെടുക്കണം സോയനെ. അത് ഞാൻ കാട്ടിയില്ല, എല്ലാവർക്കും അറിയാലോ. അത് പിന്നെ നമ്മുടെ പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. നല്ലൊരു 5-10 മിനിറ്റ് 5 മിനിറ്റ് നല്ല തിളക്കണം, വെട്ടി തിളക്കണം. നല്ല ഇളക്കി കൊണ്ടേ ഇരിക്കണം, ഒരു അടി പിടിക്കും. നല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മസാലകളൊക്കെ അടി പിടിക്കാണ്ടിരിക്കും. ഇളക്കി കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് പോരഞ്ഞിട്ട് കൊടുക്കുക. ഉപ്പ് മുളക് നോക്കാം. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇടായിട്ടില്ല, വിട്ടുപോയി. അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കുക. നല്ല വെള്ളമില്ലാണ്ട് വറ്റിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അത് നല്ല ടേസ്റ്റാവും. പക്ഷേ ഇത് വന്നിട്ട് കുറച്ച് ഗ്രേവിയോടുകൂടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്ക് ദോശയ്ക്ക് തൊട്ട് കഴിക്കാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഗ്രേവി ആയിട്ട് എടുക്കുകയാണ്. ഗ്രേവി ഇല്ലാണ്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റായ ഒരു നോൺ വെജിനെ പറയാം. ചിക്കനും മട്ടനൊക്കെ അപ്പുറത്ത് നിൽക്കണം, അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കറിയാണ്. നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഉപ്പൊക്കെ അതിൽ പിടിച്ച് മസാലയൊക്കെ അതിൽ പിടിച്ച സൂപ്പർ ടേസ്റ്റാണ്. സ്പെഷ്യൽ. നമ്മുടെ ക്രീമി ആവാൻ നമ്മുടെ അണ്ടിപ്പരിപ്പും നമ്മുടെ കടലയും ചേർത്ത് തന്നെ വേണം, അപ്പോഴേ ക്രീമി ആവുള്ളൂ. ഒരു 2 സ്പൂൺ ചേർത്തിയാൽ മതി. ഒരു 5-6 കാഷ്നട്ടും 5-6 കടലയും. നമുക്ക് എത്ര ഗ്രേവിയൊക്കെ വേണം വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടുമുറയൊക്കെ ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര്, മല്ലിയില ബെസ്റ്റാണ്. മല്ലിയില ഇടണം, പക്ഷേ മല്ലിയില ഇല്ല, അതും കൂടി ഇട്ടിട്ടില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് ഞാൻ. നമുക്കപ്പോൾ ഇഡ്ഡലി കഴിക്കാം. ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഇടയ്ക്ക് കൊണ്ടുപോകാനും വീട്ടിൽ കഴിക്കാനൊക്കെ പറ്റിയ സ്പെഷ്യൽ കറിയാണ്. സോയ മസാല, അടിപൊളി ടേസ്റ്റായ
കറിയാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ സൂപ്പർ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ മേലാലെ. കണ്ടോ ഇഡ്ഡലി, നല്ല പഞ്ഞിക്കെട്ട് ഇഡ്ഡലി, നമ്മുടെ ഗ്രേവി, സോയ ഗ്രേവി, അടിപൊളി ടേസ്റ്റായ ബ്രേക്ക്ഫാസ്റ്റ്. രാത്രി രാവിലെ ഒക്കെ കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടി കഞ്ഞിയുടെ ഒക്കെ കൂട്ടാശം. പുളിയില്ലാത്ത തൈര് ഒഴിക്കണം, ശ്രദ്ധിക്കണം പ്രത്യേകം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഉണ്ടാക്കാതൊക്കെ ഉണ്ടായി കഴിച്ചതന്നെ വേണം, അപ്പോഴേ അറിയുള്ളൂ. ഇടയ്ക്കൊന്ന് മാറ്റി ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കണ്ടേ, എപ്പോഴും ഒരേ മരിയാക്കാൻ പറ്റില്ലല്ലോ. അടുത്ത വീഡിയോ ആയിട്ട്